നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മോഹൻലാൽ നായകനായിട്ട് വന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം, മലയാള സിനിമയിലെ സർവ്വകാല ഹൈപ്പോട് കൂടി വന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജാണ് സംവിധാനം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ട ഒരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ കാണാനിരിക്കുന്ന സിനിമയായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം, സിനിമാ പ്രേമികളെല്ലാം തന്നെ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഏതൊരു കോമൺ സെൻസ് ഉള്ള ആളുകൾക്കും മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്രയധികം ഹൈപ്പോട് കൂടി ഒരു മോഹൻലാൽ ചിത്രം വരുമ്പോൾ ഇവിടെ പല വ്യക്തികൾക്കും കുരുപൊട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അത് ഇന്നലെ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പേ തന്നെ പൊട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇതിനെതിരെ നടന്ന ഡീഗ്രേഡിങ്ങിനെ കുറച്ച് തമാശകളെ കുറിച്ചാണ്. തമാശകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചീറ്റിപ്പോയ ഒരു ഡീഗ്രേഡിംഗ് സംഭവം എന്ന് തന്നെ പറയാം. ആദ്യ ദിവസം പടം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പേ ഏകദേശം ഒരു 7 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ പല മമ്മൂട്ടി ആരാധകരുടെയും പേജുകളിലൂടെയും അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് കുറെ ട്രോളുകൾ ഇറങ്ങുന്നു. സിനിമയുടെ ബോക്സ് ഓഫീസ് മറ്റേ തിയേറ്റർ റെസ്പോൺസ് ആണെന്നും പറഞ്ഞിട്ട് അത് വലിയ കാര്യമായിട്ട് ഇവിടെ ഹിറ്റാവുന്നു. ഓർക്കുക, ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ പറഞ്ഞ തിയേറ്റർ റെസ്പോൺസ് കിട്ടിയത് എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. എന്തിനേലും വലിയ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. തിയേറ്റർ റെസ്പോൺസ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ഒരു സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ്, അതും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ്. ഇത് എപ്പോഴാണ് പൊളിയപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ ഒരു ജോലിക്കാരനും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ, ഈ പുറത്തു വന്ന സ്റ്റാറ്റസ് വീഡിയോയിൽ. അയാൾ ഇത് പൊക്കി, അയാളുടെ ചാനലിൽ അത് കൊടുക്കുകയും ചെയ്തു. പുള്ളി അത് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേ, ചാനലിൽ കയറുന്നതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഏതോ ഒരു സംഭവമാണ്, ഏതോ ഒരു സിനിമയാണ്. പുള്ളി ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പുള്ളിക്കും ഈ ഒരു മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. ആ ഒരു സംഭവം കേരളത്തിൽ വലിയ കാര്യമായിട്ട് തരംഗമാവുകയും മമ്മൂട്ടി ആരാധകർ എങ്ങനെയാണോ അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അതിനേക്കാൾ വലിയ കാര്യമായിട്ട് ഈ ഒരു ചാനലിന്റെ കട്ടെടുത്തിട്ട് മോഹൻലാൽ ആരാധകരും അത് പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. മലയാള സിനിമ ഡീഗ്രേഡിംഗ് ചരിത്രത്തിലെ ആദ്യത്തെ ഒരു കോമാളി പരിപാടിയായി പോയത്. ഈ ഒരു പരിപാടികൾ നമ്മൾ വേറെ പല സിനിമകളുടെയും കാര്യത്തിൽ മമ്മൂട്ടി ആരാധകരുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇത്രയധികം നിലവാരമില്ലാത്ത അല്ലെങ്കിൽ മണ്ടത്തരമായിട്ടുള്ള ഒരു സംഭവം. അതേപോലെ തന്നെയാണ് മൊത്തം ഈ പറഞ്ഞ ഒരു നമ്മള് കേരളത്തിലെ റിവ്യൂസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരേ ഒരു റിവ്യൂ മാത്രമാണ് നെഗറ്റീവായിട്ട് പറയുന്നത് കണ്ടത്. അത് നിങ്ങൾക്കറിയാം ആരാണ് ആ പറഞ്ഞത് എന്നുള്ളത്. അങ്ങേര് ഇതിനു മുമ്പ് ചെയ്ത മലയാളത്തിൽ വലിയ ഹിറ്റായി പോയ സിനിമകളുടെയൊക്കെ റിവ്യൂ വളരെയധികം നെഗറ്റീവായിട്ട് കൊടുത്തത്. ഈ പറഞ്ഞ മമ്മൂട്ടി സിനിമകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഭീഷ്മപർവം വളരെ മോശം എന്നുള്ള അഭിപ്രായത്തിൽ കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ സിനിമ കൂടിയാണ് ഭീഷ്മപർവം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു പടത്തിന്റെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോസിന്റെ കട്ടുകൾ എടുത്തിട്ട് വലിയ കാര്യമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിച്ചു. അത് ഈ പറഞ്ഞ മാതിരി തന്നെ അതിന് വലിയ പടക്കം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു നിലവാരം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ അയാളുടെ റിവ്യൂ കാണുന്നവർ ഒരു കോമഡി ഷോ കാണുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ആദ്യമൊക്കെ പുള്ളിയുടെ വീഡിയോസ് കാണുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ നിലവാരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പറയുന്നത് പൂർണ്ണമായിട്ടും മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ ടെക്നിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വലിയ കോമഡിയാണ് തോന്നിയത്. ഇത്രയും ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ ഒരു തെറ്റും പറയാൻ പറ്റാത്ത, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് കണ്ടത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു പാട്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് ഒരു മോശമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം തന്നെ ഗംഭീരമായിട്ട് തോന്നി. പാട്ട് മോശമെന്നല്ല, പാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ബാക്കിയെല്ലാം തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നല്ല തിയേറ്ററിലിരുന്നാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ പുള്ളി വല്ലതും കണ്ടിരിക്കുന്ന വല്ല പഴയ സെറ്റപ്പുള്ള ഓലപ്പര തിയേറ്ററൊക്കെ വല്ലയിടത്തും ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും കണ്ടിരിക്കുക. എന്ത് തന്നെയായാലും ഈ ഒരു സംഭവം ഈ പറഞ്ഞ മാതിരി ഫാൻസുകാരെടുത്ത് പൊക്കിക്കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് കാണുന്ന ക്ലീഷേ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഞാൻ പടം കണ്ടു, പടം വളരെ മോശം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പടത്തിന്റെ വേറെ കാര്യങ്ങളൊന്നും പറയില്ല, ടെക്നിക്കലൊന്നും പറയത്തില്ല, മോഹൻലാലിന്റെ അഭിനയം പോയി, മോഹൻലാലിന്റെ മുഖത്തിന് യാതൊരു ഭാവവും വരില്ല എന്ന് പറയുന്ന സ്ഥിരം ക്ലീഷേ സാധനങ്ങൾ എടുത്തടിക്കുന്ന ഒരു ടീം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡീഗ്രേഡിംഗ് കമന്റ്, അത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്റെ കൂട്ടുകാരൻ
മോഹൻലാലിന്റെ വലിയ കടുത്ത ആരാധന. പുള്ളി പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു വളരെ മോശം പടമാണെന്ന്. ഞാൻ വൈകുന്നേരം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി അത് പോണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കമന്റ് ഞാൻ എന്താണ്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-7 കൊല്ലമായി. ഈ 6-7 കൊല്ലമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മോഹൻലാൽ സിനിമകൾ ഇറങ്ങുമ്പോഴെല്ലാം തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കൂട്ടുകാരുടെ ഒരു പേരും കൂടി നമുക്കവിടെ കൊടുക്കാം, മനുവിന്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ. ഞാൻ വെറുതെ പറഞ്ഞാണ്, അങ്ങനെ ഒരു അഭിപ്രായ പേരൊന്നും അല്ല വന്നത്. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുകാരൻ കണ്ട സിനിമ എന്നുള്ള രീതിയിൽ നമുക്കിനി അതങ്ങോട്ട് കോമഡി ആക്കാം. കാരണം ഇത് എല്ലാ മോഹൻലാൽ സിനിമ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളും തന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്നലെയും എന്റെ ചാനലിൽ 2-3 കമന്റ് ഞാൻ ഇത് കണ്ട് പല പേരുകളിലായിട്ട് ഞാൻ കണ്ടിരുന്നു. അതായത് എന്റെ കൂട്ടുകാരൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി, മോഹൻലാലിന്റെ കടുത്ത ആരാധനയാണ്, അവനവന് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. എല്ലാവരും വൈകുന്നേരത്തേക്കായി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പറയുന്നവന്മാരൊക്കെ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ കണ്ടു എന്ന് പറയുന്നവർ, നമുക്ക് നമ്മുടെ ചാനലിലുള്ള ആളുകളെ പറ്റി അറിയാൻ സാധിക്കുമല്ലോ. ഓരോരുത്തരും ഏതൊക്കെ ആരാധകരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കമന്റ് ഇടുന്നവന്മാരെ പറ്റി അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ കടുത്ത ആരാധകർ പോലും, കടുത്ത ആരാധകർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പടം പോലും കാണാത്ത ആരാധകർ പോലും മോഹൻലാലിനെതിരെ കടുത്ത വിമർശനമാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഇവരൊന്നും മമ്മൂട്ടിയുടെ ലാസ്റ്റ് ഇറങ്ങിയ ഹിറ്റ് പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ലാസ്റ്റ് ഇറങ്ങിയ പടം ഉണ്ടല്ലോ ഡൊമിനിക്, ഇതുപോലും തിയേറ്ററിൽ പോയി കാണാത്ത വ്യക്തികളാണ് ഇന്നലെ ഫസ്റ്റ് ഷോ മോഹൻലാലിന്റെ പടം പോയി കണ്ടു എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെതിരെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കാനാണ് ഭായി? പടം കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം ആ പടം എന്താണെന്നും എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നുള്ളതും. തീർച്ചയായിട്ടും അതിന് നെഗറ്റീവ് വശങ്ങൾ പറയാനുണ്ട്. നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ മോഹൻലാലെ കൊണ്ടുവരാൻ വേണ്ടി കുറെ ടൈം എടുത്തു എന്നുള്ളത് ഒരു നെഗറ്റീവ് വശം തന്നെയാണ്. പിന്നെ ഈ പടത്തിൽ മോഹൻലാലിന്റെ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെ എനിക്ക് ഉണ്ടായി. കാരണം നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു പടം കാണാൻ പോകുമ്പോൾ അത് മോഹൻലാലിന്റെ സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരെ കാണാതെ ഞാൻ അവിടെ ഒരു കോമഡി കമന്റ് വായിച്ചതാണ്. മോഹൻലാലിന് 4 സീൻ, പൃഥ്വിരാജിന് 2 സീൻ, ടൊവിനോ തോമസിന് 35 സീൻ, മഞ്ജു വാര്യർക്ക് 45 സീൻ. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സിനിമയിൽ പോകുന്നത്. അപ്പൊ അത് ഒരു വലിയൊരു നെഗറ്റീവാണ്. കാരണം ഈ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരത്തെ വച്ചിട്ടാണ്, അല്ലാതെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന താരത്തെയോ ടൊവിനോ തോമസ് എന്ന് പറയുന്ന താരത്തെയോ വച്ചിട്ടല്ല. അല്ലെങ്കിൽ ഇതിലെ നായകൻ എന്ന് പറയുന്നത് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് മോഹൻലാലാണെന്നാണ്. പക്ഷെ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ മോഹൻലാലിന്റെ സ്പേസ് ഇല്ല. ഇതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി ഒന്നും ഈ ഡിഗ്രേഡ് ചെയ്യുന്നവർ പറഞ്ഞിട്ടേ ഇല്ല. അവര് അങ്ങനെ ഒരു കാരണം അവർ പടം കണ്ടിട്ടില്ലല്ലോ. പടം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ പടത്തിന്റെ മോശം അഭിപ്രായം പറയുന്ന ആളുകൾ കുറെ പേരുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മോഹൻലാലിന്റെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു, മോഹൻലാലിന്റെ ഡയലോഗ് കുറഞ്ഞു. ഡയലോഗൊക്കെ ഉണ്ട്, പക്ഷെ മറ്റേതിനകത്ത് പറയുന്ന പോലെ 5 ഡയലോഗുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ 5 ഷോട്ടുകൾ അല്ലെങ്കിൽ 5 സിറ്റുവേഷൻസ് എല്ലാ സീനിലും പുള്ളി ഒരു 10 സീനിൽ വരുന്നുണ്ടും 10ഉം ഗംഭീരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് മോഹൻലാലിനെ കൊണ്ടുവരുന്നത്. അതൊക്കെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പുതിയൊരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാലിനെ അങ്ങനെ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു സംഭവമൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ആരാധകർക്ക് അത് ആഘോഷിക്കാമെന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ സ്ക്രീൻ സ്പേസ് വളരെയധികം കുറഞ്ഞു പോയി. ഒന്ന് മോഹൻലാൽ വരുന്നു, ഒരു ഷോ കാണിച്ചിട്ട് പോകുന്നു, പിന്നെ കുറെ നേരത്തേക്ക് കാണുന്നില്ല, പിന്നെയും വരുന്നു, വേറൊരു ഷോ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഫാൻസുകാർക്കൊക്കെ അത് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും ഈ ഡിഗ്രേഡ് ചെയ്യുന്നവർ പറയുന്നില്ല. അവർ പറയുന്നത് മോഹൻലാലിന്റെ മുഖത്ത് ഭാവം വരുന്നില്ല. എന്ത് ഭാവമാണ് പോയി ഇതുപോലുള്ള സിനിമയിലൊക്കെ വരുത്തേണ്ടത്? വെറുതെ കിടന്ന് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കണം. ഇതിനകത്ത് അയാൾ ഒരു മാസ് ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്, ഒരു അധോലോക നേതാവായിട്ടാണ് കാണിക്കുന്നത്. അയാൾ എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടത് അതിനെ ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രേഡ് ചെയ്യുന്നവരൊന്ന് ശ്രമിക്കുക. ഇനി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ടൊന്ന് വരാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങാനും വലിയ ഹിറ്റായി മാറുമോ എന്നുള്ള സംഭവമായിരുന്നു. അതിന് ഫസ്റ്റ് ഡേ മറ്റേ ബുക്കിംഗ് ഒക്കെ കേട്ടപ്പോൾ തന്നെ ഒരു വലിയ തള്ളാണെന്ന് പറഞ്ഞിട്ട് കുറെ കരച്ചിൽ തുടങ്ങി. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കണക്ക് ഏകദേശം 65 കോടിക്ക് അടുത്താണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ മാർക്കറ്റുകൾ തൂക്കിയടി എന്ന് പറഞ്ഞാൽ ഗംഭീര തൂക്കിയടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ അവരുടെ ഈ പറഞ്ഞ ക്രിമികടി കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ പുതിയ ടെക്നിക്കുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്യാത്തോടത്തോളം കാലം അതിന്റെ ബുക്കിംഗ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം അല്ല, 2ാം ദിവസത്തെ കണക്ക് മാത്രമായിട്ട് 7 കോടിക്കുള്ള മുകളിലുള്ള ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 2ാം ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്ക് നോക്കുമ്പോഴും കേരളത്തിൽ ഏകദേശം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഡൊമിനിക്കിന്റെ ഒക്കെ ഫൈനൽ കളക്ഷൻ വന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, 10 കോടിയാണ്. അപ്പോൾ അത് ഇതിന്റെ 2ാം ദിവസത്തെ ബുക്കിങ്ങിൽ മാത്രം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഡിഗ്രേഡ് ചെയ്തേ മതിയാകൂ, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിനൊക്കെ ഒരു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അല്ലാതെ പഴയ ക്ലാസ്സിൽ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ. ഓക്കെ, അപ്പുറത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.